ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് ഫാദർ പറയുന്നുണ്ട്, നിന്റെ പേര് രോഹിത് ബാലചന്ദ്രൻ എന്നല്ലേ? ഇത്ര ചെറുപ്പത്തിൽ തന്നെ നീ പ്രശസ്തനായല്ലോ, പ്രസിദ്ധിയാണെന്നേ ഉള്ളൂ എന്നങ്ങ് പറയുന്ന നേരം രോഹിത്തും അലീനയും ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുവാണ്. എന്നിട്ട് പറയും, അതിന്റെ ഒരു അംശം ഈ കോളേജിനും കിട്ടിയിട്ടുണ്ട്. ഈ കോളേജ് തുടങ്ങിയ കാലം മുതൽക്കേ ഇവിടെ ഒറ്റ സ്റ്റുഡന്റിന് പോലും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായതായിട്ട് എനിക്കറിയത്തില്ല എന്ന്. അതുകൊണ്ടാണ് കോളേജിന്റെ അച്ചടക്ക സമിതി നിനക്കെതിരെ ഉള്ള നടപടികൾ സ്വീകരിച്ചത്. കാര്യം നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്ത് തലയും താഴ്ത്തി നിൽക്കുവാണ്. എല്ലാം കൂടി കേട്ടപ്പോ നമ്മുടെ അലീനയും തലയും താഴ്ത്തി നിൽക്കുവാണ്. അന്നേരം ഫാദർ പറയും, പക്ഷേ നിന്റെ കാര്യത്തിൽ ചെറിയൊരു ഇടവ് അനുവദിക്കാമെന്ന് എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ആകെ അന്തം വിട്ട് പോവാണേ. എന്തായാലും പറഞ്ഞു വിടുന്നില്ല, സസ്പെൻഷൻ ആവും 1 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രോഹിത്തിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നിനക്ക് 2 മാസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സസ്പെൻഷൻ 1 മാസത്തേക്ക് കുറച്ചത്. പിന്നെ നീ ഡിഗ്രി ഫൈനൽ ഇയർ ആണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ രോഹിത് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ആ ഫാദർ ഒരു സസ്പെൻഷൻ ലെറ്റർ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രോഹിയുടെ കയ്യിൽ. എന്നിട്ട് പറയും, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ ശിക്ഷയിൽ നിന്ന് ഒരാൾക്ക് ഇളവ് ലഭിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി കോളേജിന്റെ അച്ചടക്ക സമിതിയോടും പ്രിൻസിപ്പളോടും കുറെ ആർഗ്യുമെന്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും കൂടി എന്നോട് ചോദിച്ചു, കേസ് തീർന്നില്ലല്ലോ, അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലല്ലോ എന്നൊക്കെ. അവര് ചോദിക്കുന്നതൊക്കെ ശരിയല്ലേ, ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്ന് അവര് ചോദിക്കുന്നു. നീ നിരപരാധിയാണെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിരിക്കാം, എന്നെ കോടതി ശിക്ഷിക്കില്ലെന്നും എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഫാദർ എന്ന്. അപ്പോഴേക്കും നമ്മുടെ രോഹിക്ക് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് കൂപ്പ് കൈയോടെ ഫാദർ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുതെന്ന് പറയാട്ടോ. പിന്നെ അയാൾ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കാണ്ടോ, ചീത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോവരുത്, അത് അപകടമാണ്. 1 മാസത്തെ സസ്പെൻഷൻ അതങ്ങ് പെട്ടെന്ന് അങ്ങ് പോവും, അത് നിനക്ക് പഠിക്കാനുള്ള വലിയൊരു പാടായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് ആണെങ്കിൽ വീണ്ടും കൈ ഫാദറിനോട് സംസാരിക്കാൻ കേട്ടോ. ഞാനൊരു ഡിസ്മിസില് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇതിങ്ങനെ ആയിത്തീരുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഫാദർ. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 1 മാസം കൊണ്ട് കഴിഞ്ഞു പോയ പാഠങ്ങളൊക്കെ പഠിച്ചു തീർക്കണമെന്ന്. അന്നേരം രോഹിത് പറയും, എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ ഫാദർ പറയുന്നുണ്ട്, ഏയ് പോകാൻ വരട്ടെ. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുവാണേ. എന്നിട്ട് അലീനയോട് പറയും, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ, കഴിഞ്ഞ തവണ വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അന്നേരം ഫാദർ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഇവന്റെ ചേച്ചി തന്നെ അല്ലേ, നിന്നെ ആരാ ബൈബിളൊക്കെ പഠിപ്പിച്ചെന്ന്? ബ്രിജിത്ത മമ്മി എന്ന് പറയുമ്പോൾ അതാരാന്ന് ചോദിക്കും. എൻ്റെ വളർത്തമ്മയായിരുന്നു. വളർത്തമ്മ എന്ന് പറയുമ്പോൾ നിന്റെ സ്വന്തം മമ്മിയല്ലേ അപ്പൊ നിന്നെ വളർത്തിയെന്ന് ചോദിക്കുമ്പോൾ അല്ല, ബ്രിജിത്ത മമ്മിയാ എന്ന് പറയാട്ടോ. അപ്പോൾ അവിടെ ഓർഫനേജ് ഉണ്ടായിരുന്നു അഴക്കൂട്ടത്ത്, അവിടെയായിരുന്നു ഞാൻ വളർന്നതെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഫാദർ ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, നീ ഇവന്റെ ചേച്ചിയാന്നല്ല പറഞ്ഞേന്ന്. ഞാൻ ഇവരുടെ വീട്ടില് വേലക്കാരിയായി കഴിഞ്ഞ വർഷം വന്നതാ. അതിനു മുൻപേ ഞാൻ അനാഥാലയത്തിലായിരുന്നു. ഏതോ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചാന്ന് പറയുമ്പോൾ ഫാദറിന് തന്നെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇവന്റെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവരുടെയൊക്കെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് എനിക്ക് ചേച്ചി എന്നുള്ള സ്ഥാനം തന്നതാ എന്ന് പറയാട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫാദർ ചോദിക്കും, എന്താ നിന്റെ പേര്? അലീന എന്നാ? എത്രയാ നിനക്ക് വയസ്സ്? 23 എന്ന് പറയുമ്പോൾ, അപ്പൊ ഇത്രയും കാലം നീ ഓർഫനേജിലായിരുന്നോ വളർന്നത്? കഴിഞ്ഞ വർഷം വരെ. സ്നേഹനികേതനം എന്ന ആ ഓർഫനേജിന്റെ പേര് എന്ന് പറയുന്നു. അപ്പോ ബാലേന്ദ്രമേനോനല്ല നിന്റെ റിയൽ ഫാദർ അല്ല എന്ന് പറയുന്നു. അപ്പോൾ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് ശരിക്കും അറിയത്തില്ലേ? എനിക്കറിയാം, പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ രോഹിത് അലീനയെ ഇങ്ങനെ നോക്കുക കേട്ടോ. അന്നേരം ഫാദർ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ സത്യം തന്നെയാണോ രോഹിത്? അതെ ഫാദർ എന്ന് പറയുമ്പോൾ വീണ്ടും അലീനയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാള്. എന്നിട്ട് ഒരു ബൈബിള് കയ്യിലെടുത്തിട്ട് ഫാദർ അലീനയോട് ചോദിക്കും, നീ അന്ന് എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോന്ന്? എന്നിട്ട് ബൈബിളിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് വല്ലാതെ വേദനിച്ചു എന്ന് പറയുമ്പോൾ അലീന വേഗം കൈ കൂപ്പി എന്നോട് ക്ഷമിക്കണം ഫാദർ, ഞാൻ അങ്ങനെ അറിവില്ലാതെ പറഞ്ഞു പോയതാന്ന് പറയുമ്പോൾ ഫാദർ പറയും, അതെന്റെ മർമ്മത്താ കൊണ്ടേ, അങ്ങനെ ചിലപ്പോഴൊക്കെ അടി തരാനും വേണ്ട ഒരാളെന്ന്. അപ്പോൾ തന്നെ കാഠിന്യമല്ല കരുണയാണ് യേശു പഠിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ
നമ്മുടെ അലീന ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ അലീന പറയും, രോഹിത്തിന്റെ പഠിപ്പ് നിന്നു പോവല്ലോ എന്ന് ഓർത്തതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു എന്റെ ഫാദർ, എന്നോട് വെറുപ്പ് വിചാരിക്കല്ലേ എന്ന്. നല്ല പഠിപ്പുണ്ട്, നല്ല അറിവുണ്ട്. ആ വാക്കുകൾ തീപ്പൊരി ഉണ്ടായിരുന്നു അന്നേരത്ത്. എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, നീ ഒരു ഓർഫനാണെന്നും കൂടി കേട്ടപ്പോ ഇപ്പൊ ശരിക്കും നിന്നോട് റെസ്പെക്ട് തോന്നുക എന്ന് പറയട്ടോ ഫാദർ.